ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ലാഹോറിൽ സ്ഫോടന ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ സ്ഫോടനം നടന്നതായിട്ടും ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നെന്നും സൈറൺ മുഴങ്ങുന്നും ഒക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഞാനത് യഥാർത്ഥത്തിൽ വിചാരിച്ചത് അത് ഈ ബലൂചിസ്റ്റുകളുടെ എന്തെങ്കിലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA അവരുടെ അറ്റാക്ക് എങ്ങാണമായിരിക്കാം എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു സംശയം എന്നാലും ഉള്ളിൽ കിടന്നു, ഇത് നമ്മൾ തന്നെ അടിച്ചതായിരിക്കും എന്നെനിക്ക് തോന്നി. പിന്നെ ഇപ്പോഴാണ് മറ്റ് മാധ്യമങ്ങളിൽ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ അത് പറഞ്ഞത്. കാരണം ഈ യുദ്ധത്തിൻ്റെ വിവരങ്ങളൊന്നും നമുക്ക് സമയാസമയങ്ങളിലൊന്നും അല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല. നമ്മുടെ സംശയങ്ങളൊന്നും പറയാനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ആ വിവരം പുറത്ത് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ വാർത്തകളും, എല്ലാ ചാനലുകളും, അതായത് എല്ലാ ഇംഗ്ലീഷ് ചാനലുകളും അതുപോലെ തന്നെ മലയാളം ചാനലുകളും എല്ലാം മീഡിയ മുഴുവൻ ഇപ്പോൾ പുറത്ത് വിട്ടേക്കുന്ന വാർത്ത വളരെ ഭയാനകമായ വിവരങ്ങളാണ് അതിലുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ 15 കേന്ദ്രങ്ങളിലെ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ്, നമ്മുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കാനായിട്ട് വളരെ വലിയ ശ്രമം പാകിസ്ഥാൻ ഇന്നലെ രാത്രി നടത്തി എന്ന് പറഞ്ഞാൽ 15 ഈ സ്ഥലങ്ങളിലേക്ക്, അതും 15 സിറ്റികളാണ്. അവിടെ ആണല്ലോ ഇതെല്ലാം ഉള്ളത്. ആ സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്ഥലങ്ങളിലേക്ക് ഈ ഡ്രോണുകളും അതുപോലെ മിസൈലുകളും അയച്ചു, അറ്റാക്ക് നടത്തി. പക്ഷേ നമ്മുടെ പ്രതിരോധ സിസ്റ്റം, വ്യോമ പ്രതിരോധ സിസ്റ്റം മുഴുവൻ ഇതിനെയെല്ലാം അപ്രസക്തമാക്കി എന്ന് പറഞ്ഞാൽ നിർവീര്യമാക്കി. അപ്പോൾ അങ്ങനെ മുഴുവൻ അത് തകർന്നു വീണതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ അമൃത്സറിനടുത്തായാലും അതുപോലെ പല ഭാഗങ്ങളിലും, ജമ്മു കാശ്മീരിലും ശ്രീനഗറിലും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇത് തകർന്നു വീണതിൻ്റെ, അതായത് ഇതിനെ നിർവീര്യമാക്കുമ്പോൾ, ഇത് അടിച്ച് തകർക്കുമ്പോൾ, നമ്മുടെ സിസ്റ്റം ഇതിനെ തകർക്കുമ്പോൾ അത് താഴെ വീഴുന്ന അതിൻ്റെ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ മീഡിയ കാണിക്കുന്നുണ്ട് മുഴുവനായിട്ടും. ജനങ്ങളുമൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അതെല്ലാം ആ വീണ സ്ഥലമെല്ലാം അവർ മാർക്ക് ചെയ്തിട്ട് അവിടെ കാവലുണ്ട്, മിലിറ്ററിയുടെ തന്നെ. അല്ലാതെ അത് എടുത്തു മാറ്റാനൊന്നും പറ്റുന്നില്ല. കാരണം നമുക്ക് ഇത് തെളിവാണ്. ഇന്ത്യയെ കയറി ആക്രമിച്ചു. അപ്പോൾ ഇന്ത്യ പറഞ്ഞിരുന്നത് എന്താണെന്നറിയോ? നമ്മുടെ രാജ്യം പറഞ്ഞത് വളരെ ശരിയായ ഒരു സ്റ്റാൻഡാണ് എടുത്തത്. നമ്മൾ ഇത് യവന്മാർക്ക്, അതായത് പഹൽഗാമിൽ നടന്നതിന് ചുട്ട മറുപടി കൊടുത്തു. 9 ഇവരുടെ ഭീകരത്താവളം അടിച്ച് നശിപ്പിച്ചു. അത് മാത്രമല്ല, അതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ മസൂദ് അസർ, അവനെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമായിട്ട് കൈ കിട്ടേണ്ട ഒരുത്തനാണ്. അവൻ്റെ ബന്ധുക്കൾ 10 പേര് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ ബന്ധുക്കൾ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞല്ലാതെ എല്ലാ ബന്ധുക്കളുടെയും കാര്യം അവർ പുറത്ത് പറഞ്ഞില്ല. പക്ഷേ ഇന്നലെ തന്നെ അയാളെ ഈ മയ്യത്ത് സംസ്കരിക്കാനുമൊക്കെ ആയിട്ട് ശവസംസ്കാരത്തിന് വേണ്ടി പോയ ആ കൂട്ടത്തിലൊക്കെ വലിയ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരൊക്കെ പങ്കെടുത്തു. ഇതിലൊരാളുടെ അത് ആരാണെന്ന് അന്ന് മനസ്സിലായില്ല. പിന്നാണ് അത് പിടികിട്ടിയത്. ഈ മസൂദ് അസറിൻ്റെ സഹോദരൻ റൌഫ് അസർ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവനാണ് ഈ നമ്മുടെ കാണ്ഡഹാറിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് റാഞ്ചിൽ കൊണ്ടുപോയതിൻ്റെ മുഖ്യ സൂത്രധാരൻ അവനാണ്. കാരണം അവൻ്റെ ജ്യേഷ്ഠനെ വിടിയിക്കാൻ വേണ്ടി ചെയ്തതാണ്, നമ്മുടെ ഇന്ത്യയുടെ കസ്റ്റഡിയിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അവൻ ഈ റാഞ്ചൽ നാടകം കളിച്ചു. ഇന്ത്യക്ക് ഒരുപാട് മാനഹാനിയും അതുപോലെ തന്നെ അത്രയും മനോവേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ സംഭവമാണ്. കാരണം നേപ്പാളിൽ നിന്ന്, കാഠ്മണ്ഡുവിൽ നിന്ന് നമ്മുടെ ഒരു ഫ്ലൈറ്റ് റാഞ്ചി എടുത്ത് കൊണ്ടുവന്ന് അത് ആദ്യം പാകിസ്ഥാനിൽ കൊണ്ടിറക്കാമെന്ന് അടുത്ത് അവിടെ ഇറക്കിയില്ല, പിന്നെ ദുബായി കൊണ്ടുപോയി, അവിടുന്ന് വീണ്ടും തിരിച്ച് ഇവിടെ കാണ്ഡഹാറിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവസാനം നമ്മൾ ഈ യവനെ അവിടുത്തെ അഫ്ഗാനിസ്ഥാനിലെ ആളുകൾക്ക്, താലിബാൻകാർക്ക് കൈമാറേണ്ടതായിട്ട് വന്നു. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നവൻ ഈ ഓപ്പറേഷന് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്ക് വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതായത് ഇന്ത്യ നോക്കിയിരുന്ന ഒരു വലിയ ഭീകരൻ, അവനെ വധിക്കാൻ പറ്റി, കൊല്ലാൻ പറ്റി അവനെ. അതാണ് പറ്റിയത്. മറ്റവൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടേക്കുന്നതാണ് ഈ മസൂദ് അസർ. എങ്ങനെയായാലും അത് എന്നായാലും നമ്മുടെ കയ്യിൽ വന്ന് പെടും, അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ ഉണ്ടായി. ഈ സംഭവമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇന്ത്യ പറഞ്ഞത് എന്താണെന്നറിയോ?
ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു. അതായത് പഹൽഗാമിലുള്ളതിന് പകരം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിലുള്ള ഈ നടപടി ഞങ്ങൾ ചെയ്തു. ഇനി കൂടുതൽ നമ്മളെ ചൊറിയാൻ വന്ന യവന്മാരെ വെറുതെ വിടത്തില്ല എന്നുള്ള രീതിയിൽ ഇന്ത്യ പറഞ്ഞിരുന്നു. അതായത് ഇനി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് എടുത്തിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർ ഇന്നലെ ആ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒക്കെ വലിയ വീമ്പളകി അങ്ങനെ ചെയ്തു. അവർ മിലിറ്ററിക്ക് വിളിച്ചിട്ട് അവരുടെ സൈന്യത്തിന് എല്ലാവിധ അധികാരങ്ങളും കൊടുത്തു. എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ അധികാരം. അവിടെ ബോധമുള്ളവന്മാർ വല്ലതും ഉണ്ടോ? അവന്മാർ ചെയ്ത പണിയാണ് ഇന്ത്യയുടെ 15 താവളങ്ങളെ, സൈനിക താവളങ്ങളെ, 15 സിറ്റീസിൽ ഉള്ള താവളങ്ങളെ ആക്രമിക്കാനായിട്ട് അവിടുന്ന് ഇതുപോലെ ഡ്രോണും മിസൈലുകളും അയച്ചു. അതെല്ലാം നിർവീര്യമാക്കി. ഒന്നും ലക്ഷ്യം കണ്ടിട്ടില്ല. അത് കാരണം നമ്മുടെ പ്രതിരോധ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ആ രീതിയിലാണ്. നമുക്ക് അത് ദൂരെ നിന്ന് അവരെന്ത് ചെയ്താലും നമ്മുടെ റഡാറുകൾ കണ്ണിപ്പെടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നേരെ മറിച്ച് ലാഹോറിൽ എന്താ സംഭവിച്ചതെന്നറിയോ? അവരുടെ ലാഹോർ എയർപോർട്ടിനടുത്ത്, വിമാനത്താവളത്തിനടുത്ത് സ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് രാവിലെ ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. ആ സ്ഫോടനം ഇതാണെന്ന് നമുക്ക് ഒരു ചെറിയ ഊഹം മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ഉറപ്പില്ലല്ലോ, പറയാൻ പറ്റുന്നതല്ല. ഞാൻ വിചാരിച്ചത് യഥാർത്ഥത്തിൽ ബലൂചിസ്റ്റുകൾ ചെയ്തേക്കുന്നതായിരിക്കാം അതെന്നാണ്. പക്ഷെ അതല്ല സംഭവം. ഇന്ത്യ തന്നെ അടിച്ചതാണ്. അടിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ വ്യോമ പ്രതിരോധ സിസ്റ്റം അപ്പാടെ തകർത്തെന്നുള്ളതാണ് ലാഹോറിൽ. അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായി. അത് മാത്രമല്ല, ഇന്ത്യ നേരത്തെ പറഞ്ഞതാണ് എല്ലാ നമ്മുടെ രാജ്യത്തുനിന്ന് നമ്മുടെ ഗവൺമെൻറ് എല്ലാ നമ്മളുമായിട്ട് അടുപ്പമുള്ള ബന്ധപ്പെടുന്ന മറ്റ് അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റ് രാജ്യങ്ങളിലോടെല്ലാം പറഞ്ഞു, ഞങ്ങൾ ചെയ്യാനുള്ളത് ഇപ്പം ചെയ്തു. ഇനി ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ അതേ നാണയത്തിലേ തിരിച്ചടിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഇവർ ഷെല്ലിങ് നടത്തി നിരപരാധികളായിട്ടുള്ള 15 പേരാണ് നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടത് ഇപ്പോഴും. പക്ഷേ അതിനും ഇന്ത്യ ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ആ പട്ടാളക്കാർക്ക് നേരെ വെടിവെച്ചു ഇന്ത്യ. അതല്ലാതെ വേറൊന്നും ചെയ്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇതും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ യവന്മാർ ചെയ്തതെന്ന് പറഞ്ഞാൽ യവന്മാർ അടങ്ങിയിരിക്കാനുള്ള ഒരുക്കമല്ല. അപ്പോൾ ആ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ കൂടെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ. അതിന് അതിൻ്റെ ഒരു 1/3 പവർ പോലും ഉള്ള രാജ്യമല്ല പാകിസ്ഥാൻ. അപ്പോൾ അവർ ഇതേപോലുള്ള തോന്നിവാസത്തിന് വീണ്ടും ഇറങ്ങി തിരിക്കുകയാണ്. അവിടുന്ന് ഇങ്ങോട്ട് അടിച്ചു, തിരിച്ച് അതുപോലെ അടി കൊടുത്ത് അവരുടെ വ്യോമ സിസ്റ്റം തന്നെ ലാഹോറിൽ അതങ്ങ് പോയി. ഇപ്പം ലാഹോറിൽ മാത്രമല്ല, റാവൽപിണ്ടിയിൽ ഇപ്പം സ്റ്റേഡിയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്ത്രപ്രധാനമായ അവരുടെ സ്ഥലങ്ങൾ എല്ലാം ഇനി മുഴുവൻ ഇന്ത്യൻ. കാരണം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ തിരിച്ച് ചെയ്യുമ്പോൾ തിരിച്ച് ഇന്ത്യ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാതിരിക്കാൻ ഇന്ത്യക്ക് പറ്റത്തില്ല. ഇന്ത്യക്ക് അതിനുള്ള അവകാശമുണ്ട് റിട്ടാലിയേറ്റ് ചെയ്യാൻ. കാരണം എസ്കലേഷൻ എന്ന് പറയുന്നത് ഇവരുണ്ടാക്കുന്നതാണ്. എസ്കലേറ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് പാടില്ലെന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളിൽ തന്നെ. എസ്കലേഷൻ പാടില്ല അപ്പോൾ അവർ ഇതുപോലെ അടിച്ചതിന് തിരിച്ചടിച്ചു. അത് തന്നെ സംഭവിച്ചേക്കുന്നത്. അവരടിച്ചിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ അടിയിൽ അതിൻ്റെ വ്യോമ പ്രതിരോധ സിസ്റ്റം തന്നെ ഈ ലാഹോറിൽ അത് പോയെന്നുള്ളതാണ്. എയർപോർട്ടിലൊക്കെ അതൊന്നും ഫങ്ഷൻ ചെയ്യാൻ പോലും ഇനി ഒക്കത്തില്ല അവിടെ. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് ഇനി അവിടെ ഇരുന്ന് കാണാൻ പറ്റത്തില്ല. ആ രീതിയിലായി. അപ്പോൾ ഇതേപോലെ പല സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ നടക്കുകയും ചെയ്യും. കാരണം മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ. ഇനിയും ഇപ്പം ഇന്ത്യ ഇതിന് പകരം ചെയ്തേ ഉള്ളൂ. ഇപ്പോഴും ഇന്ത്യ പറയുന്നത്, നമ്മുടെ രാജ്യം പറയുന്നത്, ഇനിയും നിങ്ങൾ വീണ്ടും ഉപദ്രവത്തിന് വന്നാൽ ഞങ്ങൾ വെറുതെ വിടത്തില്ല. ശരിയാണ്. അടങ്ങിയിരിക്കുന്ന ഒരാളെ കയറി അടിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കൈ കെട്ടി നോക്കിയിരിക്കണം. ഇവിടെ പഹൽഗാമിൽ വന്ന് നമ്മുടെ ഇതുപോലെ ഈ നിരപരാധികളായ സഹോദരങ്ങളെ കൊന്നതിനല്ലേ നമ്മൾ തിരിച്ച് അവരുടെ ഭീകര താവളങ്ങളെ ആക്രമിച്ചതേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ എണ്ണപ്പെട്ട ഭീകരനായ റൌഫ് അസർ. അവനതിൽ കൊല്ലപ്പെട്ടു. അതല്ലേ വേണ്ടത്? അവനെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്താലും ഒരു പ്രശ്നമുള്ളതല്ല, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഒന്നും പറയാനൊക്കത്തില്ല. കാരണം ഇന്ത്യയെ വന്ന് നമ്മുടെ ഫ്ലൈറ്റ് റാഞ്ചി കൊണ്ടുപോയവനാണ് അവനെ കൊല്ലുക എന്നുള്ളതല്ലാതെ പിന്നെ എന്ത് ചെയ്യും? അത് ചെയ്തതാണ്. അത് ഇന്ത്യ വളരെ ന്യായമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഇപ്പോൾ അതിന് പാകിസ്ഥാൻ ഉണ്ടായ തിരിച്ചടി നമ്മൾ മനസ്സിലാക്കണം. ലാഹോറിൽ നിന്നും നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞേക്കുന്ന ലാഹോറിലുള്ള അമേരിക്കൻകാർ ഉണ്ടെങ്കിൽ സുരക്ഷിത മേഖലയിലേക്ക് അവിടുന്ന് പോകണം. ഇനി അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, മൂവ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം എല്ലാ ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്തേക്കാണ്.
ഇവന്മാർ തന്നെ നമ്മുടെ തന്നെ ഇപ്പോൾ ഏതാണ്ട് 15 എയർപോർട്ടുകൾ നമ്മൾ അടച്ചു. ലേയിൽ ഉള്ളത് ലഡാക്ക് ലേ, അതേപോലെ തന്നെ നമ്മുടെ ഈ മറ്റേ ഹിമാചൽ പ്രദേശിലെയൊക്കെ എയർപോർട്ടുകൾ മുഴുവൻ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള എയർപോർട്ടുകളൊക്കെ നമ്മൾ അമൃത്സർ, അതേപോലെ തന്നെ ഈ എയർപോർട്ടുകളെല്ലാം നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് ഈ നമ്മുടെ ഒന്നും അറിയാത്ത ആളുകൾ ചിലപ്പോൾ കൊല്ലപ്പെടും. ഈ ഫ്ലൈറ്റിനെ അവന്മാർ അറ്റാക്ക് ചെയ്ത് എന്ത് പറയും? ഇവരെ ഇല്ലാത്തവന്മാരാണ്, അവന്മാർ എന്തും കയറി ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആ ഓപ്പറേഷൻ എല്ലാം സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇവന്മാർ ഒരു ഇവന്മാർക്ക് ഇന്ത്യയെ അടിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാൻ കാരണം അവർ ഇന്നലെ തന്നെ ഏതാണ്ട് അവരുടെ വ്യോമ മേഖല മുഴുവൻ അടച്ചു, ക്ലോസ് ചെയ്തു. അതായത് വ്യോമപാത പാകിസ്ഥാൻ്റെ മുകളിൽ കൂടെ ഉള്ളതും. പണ്ട് ഇന്ത്യൻ ഫ്ലൈറ്റിന് മാത്രമേ ഉള്ള നിരോധനം, പക്ഷേ ഇപ്പോൾ ഒരു ഫ്ലൈറ്റും വിടുന്നില്ല. ആ രീതിയിൽ അവരത് ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് ഇത് അടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ മണ്ടത്തരം കൊടുത്തു. ഇന്ത്യ മാന്താനായിട്ട് വന്നെന്ന് പറഞ്ഞ് നമ്മളെ ഇത് അടിക്കാൻ ഡ്രോണും മിസൈലും അയച്ചു. അത് മുഴുവൻ നിർവീര്യമാക്കി ദൂരെ കളഞ്ഞു, തകർത്ത് കളഞ്ഞു. നമുക്ക് ഒരു കാഷ്വാലിറ്റി അതിലില്ല. അത് കഴിഞ്ഞതിന് ശേഷം അവരെ തിരിച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ടങ്ങ് കൊടുത്തതാണ്. അവരുടെ ലാഹോറിലെ ആ സിസ്റ്റം മുഴുവൻ എയർപോർട്ടിനടുത്താണ്. രാവിലെ ഒരു 7-7:30 മണിയോടുകൂടിയാണ് ആ സംഭവം ഉണ്ടായത്. അപ്പോൾ ഞാനത് മറ്റ് ചാനലുകളിലൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ സ്ഫോടനം ഉണ്ടായി, ആളുകൾ പരിഭ്രാന്തരായിട്ട് ഓടുന്നു, അവിടെ സൈറൺ കേട്ടു എന്നൊക്കെ. അത് ആക്രമണത്തിൻ്റെ സൈറണാണ്. പക്ഷേ നമുക്ക് നമ്മുടെ മിലിറ്ററിയുടെ രഹസ്യങ്ങളല്ലേ, നമുക്കിത് അവർ ഒന്നും വെളിവിടത്തില്ല. അതെല്ലാം കഴിഞ്ഞ് മാത്രമേ പറയുള്ളൂ. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇവിടം കൊണ്ട് നിർത്തിയാൽ ഇവിടെ നിൽക്കും, ഇല്ലെങ്കിൽ കൂടുതൽ തകർത്ത് കളയും എന്നുള്ളത് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കണം. കാരണം ഇവന്മാരിനി ഉപദ്രവിക്കാൻ വന്നാൽ നന്നായിട്ട് വാങ്ങിച്ച് കിട്ടും, ഉറപ്പാണ്. കാരണം അത് ഇവന്മാരെ അതിനു വേണ്ടിയുള്ള മാർഗം ചെയ്യും. കാരണം ബോധമില്ലാത്തവന്മാരാണ്, അത് ചെയ്യട്ടെ. എന്താ കാര്യം എന്നറിയോ? ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇനി വേണ്ട. നമ്മുടെ ഒരൊറ്റ ഭൂപടത്തിൽ ഈ സാധനം ഇനി വേണ്ട. അതിപ്പോൾ എന്തായാലും ശരി, ഇതോടുകൂടി അത് 3-4 അങ്ങ് പോവും. അതായിരിക്കും നല്ലത്. പണ്ട് ഈ പാകിസ്ഥാനെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിച്ചതാണ് നമ്മുടെ രാജ്യം. കാരണം എന്താണെന്നറിയോ? ബാക്കി ഈ വിഭജിച്ച് പോകുന്നവന്മാരെല്ലാം ശല്യക്കാരായിട്ട് മാറും എന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു. പക്ഷേ ആ പേടി വേണ്ട. വിഭജിച്ചാലേ അവർക്ക് ശക്തിയില്ല. നേരെ മറിച്ച് ഇവന്മാർ ഒന്നിച്ച് നിൽക്കാൻ പോയാൽ ഇതേപോലെ ഉപദ്രവമാണ്. ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടാക്കും, ഭീകരന്മാരെ ഇവന്മാർ ചെലവും കൊടുത്ത് വളർത്തും. എന്തിന്? നമ്മുടെ സഹോദരങ്ങളെ കൊല്ലാൻ, നമ്മളെ ഉപദ്രവിക്കാൻ. അതിനി വേണ്ട.